ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഈദ് ഷോപ്പിംഗ് ആണ് കാണിക്കുന്നത് കേട്ടോ. ഞങ്ങൾ ബലദിന്ന് ബസ്സിൽ ബവാദിയിലേക്ക് പോവുകയാണ്. ബവാദിയിൽ ഒരു വലിയ സൂക്കാണ് അവിടെ ഉള്ളത്. നമ്മളെ നാട്ടിൽ മിഠായി തെരുവൊക്കെ ഉള്ള പോലത്തെ. ബലദിന്ന് ബവാദിയിലേക്ക് ഒരു 1 hour ജേണി ഉണ്ട് കേട്ടോ ബസ്സിലാവുമ്പോൾ. പിന്നെ ട്രാഫിക് അനുസരിച്ചിരിക്കും. അങ്ങനെ നമ്മൾ ഇറങ്ങിയത് ഫ്യൂച്ചർ ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു ഷോപ്പിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ്. അങ്ങനെ ഇവിടെ നിന്നാണ് നമ്മൾ പർച്ചേസിങ് സ്റ്റാർട്ട് ആവുന്നത്. 20 എന്ന് പറയുന്ന ഷോപ്പാണ് കേട്ടോ ഇത്. ഇവിടുത്തെ അധിക സാധനങ്ങൾക്കും 20 റിയാൽ പ്ലസ് വാറ്റ് 23 റിയാൽ. പിന്നെ കുറച്ച് സെപ്പറേറ്റ് സാധനങ്ങൾ 12 റിയാലിന് 10 റിയാലിന് അതിനൊക്കെ പ്ലേസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഫാമിലി നാട്ടിൽ പോരുന്നവരൊക്കെ ആണെങ്കിൽ ഇവിടെ വന്നാൽ നമ്മൾക്ക് ഒരുവിധം എല്ലാ പർച്ചേസിങ്ങുകളും ഒരു ദിവസം കൊണ്ട് തന്നെ തീർക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് ഷോപ്പിൻ്റെ അകത്ത്. ഒരുപാട് കളക്ഷൻ, നമ്മൾക്ക് കൺഫ്യൂഷനാവും എന്തെടുക്കണം എന്നുള്ളത്. അത്രയും ഒരു ഷോപ്പിംഗ് ഏരിയ തന്നെ ഉണ്ട് ഇവിടെ. പെരുന്നാളൊക്കെ ആയിട്ട് നല്ല മോഡൽസ് വന്നിട്ടുണ്ട് കേട്ടോ. ഷൂവിലൊക്കെ ഇതൊക്കെ ഗേൾസിന് പറ്റിയ ഷൂ ആണ്. നല്ല അടിപൊളി കളക്ഷൻ തന്നെ. അതേപോലെ തന്നെ കിഡ്സിൻ്റെ ഫ്രോക്കിൻ്റെ സെക്ഷനാണ് കേട്ടോ ഇത്. പിന്നെ നമ്മൾ അപ്സ്റ്റെയറിൽ കയറി. അപ്സ്റ്റെയറിലാണ് ലേഡീസ് വെയറും അതേപോലെ തന്നെ ലേഡീസിൻ്റെ ചപ്പൽ, ബാഗ്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ളത്. ഇതൊക്കെ വാങ്ങിയിട്ടില്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ ചുമ്മാ നോക്കിക്കാൻ നല്ല ഇഷ്ടമാട്ടോ. ഒരുപാട് കളക്ഷൻസും മോഡൽസും വെറൈറ്റി സാധനങ്ങൾ നമുക്ക് ഇവിടുന്ന് കിട്ടും. അതേപോലെ ഡ്രസ്സിൻ്റെ സെക്ഷനാണെങ്കിലും ടോപ്സ് ഉണ്ട്, പാൻസ്, അതേപോലെ തന്നെ കുർത്ത ടൈപ്പ് വരുന്നത്, നൈറ്റ് വേഴ്സ്, അങ്ങനെ ഒരുപാട് കളക്ഷൻസ് സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഫുൾ ഹാങ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ നാട്ടിലെ പോലെ നമ്മളിങ്ങനെ ഷെൽഫിൽ നിന്ന് ഒരാളെ കൊണ്ട് എടുപ്പിക്കുക അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. ഇവിടെ ഫുള്ള് ഹാങ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് വേണ്ടത് സെലക്ട് ചെയ്യുക. സൈസും അതേപോലെ തന്നെ ഒരുപാട് സൈസിലുണ്ടാവും. നമുക്ക് നോക്കി സെലക്ട് ചെയ്താൽ മതി. ഇപ്പോൾ ഷോളൊക്കെ വരുന്നത് 12 റിയാലാണ്. ഇവിടുത്തെ ബാഗ് കളക്ഷനാണ് കേട്ടോ ഇത്. ഒക്കെ 23 റിയാലേ വരുന്നുള്ളേ. ഒരുപാട് കളേഴ്സും മോഡൽസും ഒക്കെ ഉണ്ട്. പിന്നെ ഈ കുഞ്ഞ് ബാഗ്സൊക്കെ 12 റിയാലാണ് കേട്ടോ വരുന്നത്. മക്കൾക്കൊക്കെ പിടിക്കാനോ ഇനി നമ്മൾക്കായാലും യൂസ് ആക്കാൻ നല്ലതാണ്. അങ്ങനെ നമ്മൾ അവിടുത്തെ ഷോപ്പിംഗ് കഴിഞ്ഞ് പുറത്തിറങ്ങി. ഇനി അതിൻ്റെ തൊട്ടടുത്ത് തന്നെ വേറൊരു ഷോപ്പ് കൂടെ ഉണ്ട്. അവിടെ കയറുകയാണ്. അവിടെ അത്യാവശ്യം റേറ്റ് ആട്ടോ. അത് കുറച്ചും കൂടി അറബിക് ടച്ച് ആയിട്ടുള്ളൊരു ഷോപ്പാണ്. നല്ല അടിപൊളി കളക്ഷനാണ് കേട്ടോ ഉള്ളത്. ഫ്രോക്കായാലും നമ്മുടെ ലേഡീസ് വെയറൊക്കെ നല്ല കളക്ഷനാണ്. പക്ഷേ അത്യാവശ്യം റേറ്റാണ്. ഒരു 50 എബോക്കാണ് അധിക പീസിനും വരുന്നത് ഇവിടെ പ്രൈസ്. അപ്സ്റ്റെയറിലാണ് ലേഡീസ് കളക്ഷൻ വരുന്നത്. നമുക്ക് പാർട്ടി വെയറൊക്കെ ആക്കി യൂസ് ചെയ്യാൻ പറ്റിയ ഗൗണുകൾ, അതേപോലെ അബായ മോഡലുകൾ എല്ലാം ഉണ്ട്. നമുക്കിവിടെ വന്ന എല്ലാ കളക്ഷനും നമ്മൾ ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഒന്ന് സെലക്ട് ചെയ്ത് പോവാം. അത്രയും കളക്ഷനാണുള്ളത്. പിന്നെ ഈ ഒരു സെക്ഷൻ ഫുൾ 24 റിയാലിനുള്ളത് കേട്ടോ. ഒരുപാട് മോഡസ്റ്റ് വെയർ ആണുള്ളത്. നമ്മളിഷ്ടത്തിന് പെയർ ചെയ്യേണ്ടി വരും. കുറേ ഓപ്പൺ ടൈപ്പ് അങ്ങനെയൊക്കെയാണ് ഉള്ളത്. ഈ ഗൗണുകളൊക്കെ ഉണ്ടല്ലേ, നമ്മൾക്ക് ഇന്നറൊക്കെ യൂസ് ചെയ്തിട്ട് യൂസ് ആക്കേണ്ടി വരും.
ഇതെന്താ സംഭവം അറിയോ, നമ്മൾ ഒരു പ്ലെയിൻ ഡ്രസ്സ് എടുത്തിട്ട് ഇതതിൻ്റെ മേലെ കൂടെ കവർ ചെയ്ത് കഴിഞ്ഞാൽ അത് ഭയങ്കര ഷൈനിങ് ആവും. അതിന് വേണ്ടി വെച്ചതാട്ടോ. അതിന് എബൌട്ട് ഒരു 70 റിയാൽ 80 റിയാലൊക്കെ ഉണ്ട്. ഇവിടുത്തെ ലേഡീസ് ചപ്പൽസൊക്കെ ഡിഫറെൻറ്റ് പ്രൈസിലാണ് കേട്ടോ ഉള്ളത്. നേരത്തെ നമ്മൾ കണ്ടത് 23 ഷോപ്പ് ചെയ്യുന്നു. സോ അവിടെ എല്ലാ പീസും ആ ഒരേ റേറ്റിനായിരുന്നു. ഇവിടെ ഡിഫറെൻറ്റ് റേറ്റ് 10 റിയാൽ മുതൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള റേറ്റുകളാണ് വരുന്നത്. ഇവിടെ ഒരുപാട് കളക്ഷൻ ഉണ്ട് കേട്ടോ. ഇതൊക്കെ ഇവിടുത്തെ ഷോപ്പ് ചെയ്യുന്നു കേട്ടോ. അപ്പോൾ ഇവിടുത്തെ പർച്ചേസിങ് കഴിഞ്ഞ് നമ്മൾ ഇനി മെയിൻ സൂക്കിലേക്ക് പോവുകയാണ്. അതിന് ഇനി ബ്രിഡ്ജ്, അവിടെ കാണുന്ന ആ ബ്രിഡ്ജ് കയറി ഓപ്പോസിറ്റ് സൈഡിലേക്ക് പോകണം. ഇവിടെ റോഡ് ക്രോസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. സോ മസ്റ്റായിട്ട് ബ്രിഡ്ജ് തന്നെ ചൂസ് ചെയ്യാം. അപ്പോൾ ഇതാണ് ഈ ബവാദി സൂക്ക് എന്ന് പറയുന്നത്. ഇതിനകത്ത് ഫുൾ ഷോപ്പുകളായി കിട്ടും. നമ്മൾ SM സ്ട്രീറ്റിലൊക്കെ പോയ പോലെ തന്നെ ഒരുപാട് ഷോപ്പ്, ഡ്രസ്സായാലും അബായാസിൻ്റെത്, ബാഗ്, ടോയ്സ്, അങ്ങനെ കുറേ ഷോപ്പുണ്ട്. ഇതാണ് ഇവിടുത്തെ 2 റിയാൽ ഷോപ്പ് കേട്ടോ. ഇവിടെ എന്ത് സാധനം എടുത്താലും 2 റിയാലേ ആവുള്ളൂ. മക്കളെയൊക്കെ കൊണ്ട് കയറി ചെല്ലാൻ പറ്റിയ ബെസ്റ്റ് പ്ലേസ് ആട്ടോ. നമ്മൾക്ക് ഇന്ന് ഒരുപാട് കളക്ഷനും ഉണ്ട്. കുറേ എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ മക്കൾക്ക് ടോയ്സ് ആണെങ്കിലും വേറെ എന്തോ അവർക്ക് കാണുന്നതൊക്കെ വേണ്ടി വരുമല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് കയറാൻ പറ്റിയൊരു പ്ലേസാണിത്. ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ ഇവിടെ. ഫാൻസിയോ അതേപോലെ തന്നെ മേക്കപ്പിൽ കുറേ ഗെയിംസുകളുണ്ട്. ജ്വല്ലറിയൊക്കെ ഈ ബട്ടർഫ്ലൈ ഒക്കെ ഞാൻ ചെറുതായപ്പോൾ യൂസ് ചെയ്തിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ മോക്ക് ഇതൊന്ന് സെലക്ട് ആക്കി. ഇവിടെയുള്ള ഈ ടോയ്സൊക്കെ 2 റിയാലാണ്. അവിടെ നിന്ന് കുറേ കുഞ്ഞു ഐറ്റംസ് കിട്ടിയിട്ടോ നമ്മൾക്ക്. അതിന് ആ ഷോപ്പിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ അതിൻ്റെ ജസ്റ്റ് സൈഡിൽ ഉണ്ട് 30 റിയാലിന് പർദ്ദ ഹാങ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ അതൊക്കെ നോക്കി. പിന്നെ ഇവിടെ തന്നെ ഒരു ടോയ്ലറ്റും കാര്യങ്ങളും നിസ്കരിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഒരുപാട് നടക്കാണ്ട് കേട്ടോ ഇതിനകത്ത്. കുറേ ഷോപ്പുകൾ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഉള്ളതാണ്. അതേപോലെ ഫുഡും കാര്യങ്ങളും ജ്യൂസ് ഐറ്റംസും ഒക്കെ ഇതിൻ്റെ അകത്ത് തന്നെ ഉണ്ട്. ഈ 2 റിയാൽ ഷോപ്പ് കുറേ എണ്ണുണ്ട് കേട്ടോ. അപ്പുറത്തൊക്കെ ആയിട്ട് കുറേ ഷോപ്പുകളുണ്ട്. ഈ ലേഡീസിൻ്റെ ഡ്രസ്സിൻ്റെ ഷോപ്പുകളാണ്. അതേപോലെ തന്നെ കിഡ്സ് വെയർ 20 റിയാൽ മുതൽ സ്റ്റാർട്ട് ചെയ്യുക. ഇതായിട്ട് നല്ല തിരക്കാണ് കേട്ടോ. ഇതാണ് ഞാൻ ഡ്രസ്സ് എടുക്കുന്ന മെയിൻ ഷോപ്പ്. 45 റിയാലാണ് ഇവിടെ ടോപ്സിനൊക്കെ. പിന്നെ അവർ ഹാങ് ചെയ്ത കുറച്ച് സംഭവങ്ങൾ 20 റിയാലിന് 10 റിയാലിനൊക്കെ ഉണ്ടാവും. മെയിനായിട്ട് ഇവിടെ എല്ലാ പീസും 45 റിയാലിനാണ് ഉണ്ടാവുക. നല്ല കളക്ഷൻ ആട്ടോ. എനിക്കധികം ഇവിടെ വന്നിട്ടാണ് ടോപ്സൊക്കെ കിട്ടാറ്. അങ്ങനെ ഇവിടുത്തെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് റൂമിലേക്ക് തന്നെ പോവാണ്. അപ്പോൾ ഒരു 9:30 രാത്രി ഞങ്ങൾ അസറായപ്പോൾ ഇറങ്ങിയതാട്ടോ. പിന്നെ ഇതിൻ്റെ ഉള്ളിലൊക്കെ കറങ്ങി നടക്കുമ്പോൾ തന്നെ ടൈം പോകുന്നത് നമ്മൾ അറിയില്ല. ഓരോ ഷോപ്പിലും കയറി ഇറങ്ങി നമ്മൾ അവിടുത്തെ സാധനങ്ങളൊക്കെ നോക്കി ഇറങ്ങുമ്പോഴത്തേനും ഭയങ്കര ടൈമിംഗ് ആട്ടോ. അങ്ങനെ ഒരു 9:30 ആയപ്പോഴാണ് നമ്മൾ തിരിച്ച് പോകുന്നത്. ബസ് സർവീസ് ആണെങ്കിൽ 10:30 വരെയാണ് ഉണ്ടാവുക. ഒരു 11 വരെ ലാസ്റ്റ് ബലദിലെത്തുമ്പോൾ 11 o'clock ആ ഒരു ടൈമിംഗാണ് ബസ് സർവീസ് ഉണ്ടാവുക. പിന്നെ ഇവിടെ ബസ്സിനും ഇതേപോലെ തന്നെ ചീപ്പ് റേറ്റ് ആട്ടോ. ഏത് പ്ലേസിലേക്ക് നമ്മൾ പോവുകയാണെങ്കിലും ഒരു 345 പ്രൈസേ ഉള്ളൂ. അങ്ങനെ ഞങ്ങൾ തിരിച്ച് ബലദിലേക്ക് തന്നെ പോവാണ്. നമ്മൾക്ക് ഭയങ്കര സേഫ് ആട്ടോ ഈ ബസ് ജേണി. ബലദിൽ ഗോൾഡൻ പാമാളിൻ്റെ ഒരു ഫ്രണ്ടിലായിട്ടാണ് നമ്മളെ ബസ് സ്റ്റേഷൻ വരുന്നത്. ഇവിടെയാണ് ബസ് സ്റ്റാർട്ടിങ് പോയിൻറ്റും അതേപോലെ തന്നെ എൻഡിങ്ങും. ലാസ്റ്റ് ബസ് വന്ന് സ്റ്റോപ്പ് ചെയ്യുക ബലദിലാണ്. ബലദിലെ പെരുന്നാൾ തലേന്നത്തെ തിരക്കാണ് കേട്ടോ ഇത്. ഫുൾ ബ്ലോക്കും ഒരുപാട് ആൾക്കാരും പർച്ചേസിങ്ങും കാര്യങ്ങളായിട്ട് ഇറങ്ങിയവരാണ്. എനിക്ക് തോന്നുന്നു ഈ ഒരു സമയം നാട്ടിലേക്ക് പോകുന്നവരുണ്ടാവും കുറേ. അപ്പോൾ ഇതാണ് ഞങ്ങളെ ഈദ് പർച്ചേസിങ് വിശേഷങ്ങൾ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ. Like and subscribe.